ചാനൽ. മൂന്നാം ക്ലാസ്സിലത്തെ കൂട്ടുകാരുടെ മലയാളം കേരള പാഠാവലിയിലെ ഒന്നാമത്തെ യൂണിറ്റായ കനകച്ചിലങ്ക എന്ന യൂണിറ്റിലെ രണ്ടാമത്തെ പാഠമായ വാമൊഴിച്ചന്തം തിന്താരോ തക എന്ന നാടൻ പാട്ടും അതുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളുമുണ്ട്. അതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത്. മൂന്നാം ക്ലാസ്സിലത്തെ മറ്റുള്ള സബ്ജക്റ്റുകളായ മാത്സ്, ഇംഗ്ലീഷ്, EVS, മലയാളം എന്നിവയെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമായ കൂട്ടുകാർ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കുക. അപ്പൊ ഒന്നാമത്തെ യൂണിറ്റിലെ ആദ്യത്തെ പാഠം നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പാഠത്തിന്റെ പേര് കൂട്ടുകാർ ഓർക്കുന്നുണ്ടോ? കാക്കിരി പൂക്കിരി. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും എല്ലാം നമ്മൾ പഠിച്ചു. അപ്പൊ കൂട്ടുകാർ കൃത്യമായി പഠിച്ചിട്ട് വേണം അടുത്ത ക്ലാസ്സിലേക്ക് വരാന്. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏതാണ്? വാമൊഴിച്ചന്തം. അപ്പൊ എന്താണ് ഈ വാമൊഴിച്ചന്തം? കൂട്ടുകാർക്ക് അറിയാമോ? വാമൊഴിച്ചന്തം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വാ കൊണ്ട് പറഞ്ഞ് ശീലമായി കിട്ടിയിട്ടുള്ള ഭാഷയെയാണ് നമ്മൾ വാമൊഴിച്ചന്തം എന്ന് പറയുന്നത്. അപ്പൊ ചന്തം എന്ന് പറഞ്ഞിട്ട് എന്താണ്? ചന്തം എന്ന് പറഞ്ഞാല് ഭംഗിയാണ്. അപ്പൊ അതായത് നമ്മൾ പറയുന്ന ഭാഷയുടെ ഭംഗിയെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ ഏതാണ് പറയുന്ന ഭാഷ? പറയുന്ന ഭാഷ എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം മലയാളമാണ് നമ്മൾ പറയുന്ന ഭാഷയായിട്ട്. അപ്പൊ വാമൊഴിച്ചന്തവുമുണ്ട്, വാമൊഴിയുമുണ്ട്, അതുപോലെ തന്നെ വരമൊഴിയുമുണ്ട്. അപ്പൊ വരമൊഴി എന്ന് പറയുന്നത് ഇതിൽ നിന്ന് വ്യത്യസ്തമാണ്. വാമൊഴി എന്ന് പറഞ്ഞാൽ വാ കൊണ്ട് പറഞ്ഞ് ശീലമായിട്ടുള്ള വാക്കുകളാണെങ്കിൽ വരമൊഴി എന്ന് പറയുന്നത് എഴുത്തിന്റെ ഭാഷയെയാണ് നമ്മൾ വരമൊഴി എന്ന് പറയുന്നത്. അപ്പൊ കൂട്ടുകാരിതൊന്ന് ഓർത്തു വെച്ചാൽ മതി, അധികം പഠിക്കേണ്ടതൊന്നുമില്ല. അപ്പൊ നമുക്കിനി പാഠഭാഗത്തിലേക്ക് പോകാം. എന്തൊരു കിലുക്കമുള്ള ഭാഷയാണ് നമ്മുടെ മലയാളം. കിലുക്കം നിറഞ്ഞു കവിഞ്ഞതാണ് നമ്മുടെ പാട്ടും പറച്ചിലും. അപ്പൊ നമ്മുടെ പാട്ടും പറച്ചിലും ഒക്കെ മലയാളം എന്ന് പറയുന്നത് അതിമനോഹരമായിട്ടുള്ള ആസ്വാദനത്തിനും അതുപോലെ തന്നെ നമുക്ക് പറയാനും ഒരു കിലുക്കമുള്ള ഒരു ഭാഷ തന്നെയാണ് നമ്മുടെ മലയാളം. അപ്പൊ അതിനെ കുറിച്ചിട്ടാണ് ഇപ്പൊ ഇവിടെ പറഞ്ഞത്. അപ്പൊ കൂട്ടുകാർക്ക് ഇപ്പോൾ വാമൊഴിച്ചന്തം എന്ന് പറയുന്നത് കൃത്യമായി മനസ്സിലായില്ലേ? ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. അപ്പൊ കൂട്ടുകാരെല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് വേണം ക്ലാസ്സിലേ വന്നിരിക്കാന്. അപ്പൊ നമുക്ക് പാഠഭാഗം ഒന്ന് നോക്കാം. എന്താണ് പറയുന്നത്? തിന്താരോ തക. എന്താണ്? തിന്താരോ തക. അപ്പൊ നമുക്ക് നോക്കാം. തിന്താരോ തക. തിന്താരോ തക തിന്താരോ തക തിന്താരോ തക തിന്താരോ തിന്താരോ തക തിന്താരോ തക തിന്താരോ തക തിന്താരോ. ഒന്നാനമ്മയ്ക്കും മക്കൾക്കും ആടാൻ, രണ്ടാം കുഞ്ഞിന്മേലൂഞ്ഞാല്, രണ്ടാനമ്മയ്ക്കും മക്കൾക്കും ചൂടാം, മൂന്നാം കാവിലെ മുല്ലപ്പൂ. തിന്താരോ തക തിന്താരോ തക തിന്താരോ തക തിന്താരോ തിന്താരോ തക തിന്താരോ തക തിന്താരോ തക തിന്താരോ. മൂന്നാനമ്മയ്ക്കും മക്കൾക്കും ചാർത്താം, നാലാം കാട്ടിലെ പൊന്മാല, നാലാനമ്മയ്ക്കും മക്കൾക്കും ചൂറ്റാൻ, അഞ്ചാം ചെമ്മുകിൽ പൂഞ്ചോല. തിന്താരോ തക തിന്താരോ തക തിന്താരോ തക തിന്താരോ തിന്താരോ തക തിന്താരോ തക തിന്താരോ തക തിന്താരോ. ഇതൊരു നാടൻ പാട്ടാണ്. അപ്പൊ ഇതിന്റെ ഒഴുക്ക് എന്ന് പറയുന്നത് മലയാള ഭാഷയുടെ ആ ഒരു മാധുര്യവും എല്ലാം നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അപ്പൊ എന്താണ് ഇവിടെ പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ എന്താണ്? ഒരു നാടൻ പാട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ എന്താണ്? ഒന്നാനമ്മയ്ക്കും മക്കൾക്കും ആടാൻ എന്താണ്? രണ്ടാം കുന്നില് ഊഞ്ഞാലുണ്ട്, രണ്ടാനമ്മയ്ക്കും മക്കൾക്കും ചൂടാൻ മൂന്നാം കാവിൽ എന്താണുള്ളത്? മുല്ലപ്പൂവുണ്ട്. അതുപോലെ എന്താണ്? മൂന്നാനമ്മയ്ക്കും മക്കൾക്കും ചാർത്താന് നാലാം കാട്ടില് പൊന്മാലയുണ്ട്, നാലാനമ്മയ്ക്കും മക്കൾക്കും ചൂടാന് അഞ്ചാം ചെമ്മുകിൽ എന്തുണ്ട്? പൂഞ്ചേലയുണ്ട്. അപ്പൊ ഓരോ ആനയ്ക്കും അവരുടെ കുട്ടികൾക്കും ആടാന് ഊഞ്ഞാലുണ്ട്, മുല്ലപ്പൂവുണ്ട്, അതുപോലെ എന്താണ്? പൊന്മാലയുണ്ട്, പൂഞ്ചേലയുണ്ട് എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇത്രയും. അപ്പൊ ആ ഒരു ഒഴുക്കിനെ മനോഹരമാക്കാനുള്ള കുറച്ച് വായ്ത്താരികളാണ് ഇവിടെ തിന്താരോ തക തിന്താരോ തക തിന്താരോ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഒരു ചെറിയ ഭാഗമാണിത്. അപ്പൊ ഇത്രയുമാണ് ഇതിൽ പറയുന്നത്. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളുണ്ട്. അപ്പൊ നമുക്ക് ആ ചോദ്യങ്ങൾ നോക്കാം. അപ്പൊ ഒന്നാമത്തെ ചോദ്യം, കൂട്ടുകാരുമൊത്ത് ഈ പാട്ട് താളമിട്ട് പാടും. അപ്പൊ അത് കൂട്ടുകാർ ചെയ്യേണ്ടതാണ്. അതായത് ഇത് നിങ്ങളുടേതായിട്ടുള്ള വളരെ മനോഹരമായിട്ട് നിങ്ങൾക്ക് പാടാൻ കഴിയുന്നുണ്ടാകും. അപ്പൊ അത് നിങ്ങളുടേതായിട്ടുള്ള രീതിയിലൊക്കെ പാടിയിട്ടും താളമിട്ട് പാടി നോക്കുക. രണ്ടാമത്തേത് എന്താണ്? ഈ പാട്ടിന് തുടർച്ചയായി ചില വരികൾ കണ്ടെത്താമോ? അപ്പൊ എഴുതി താളമിട്ട് പാടും. അപ്പൊ ഇവിടെ അവസാനം നിർത്തുന്നത് ഏതാണ്? മൂന്നാനമ്മയ്ക്കും മക്കൾക്കും ചാർത്താം, നാലാം കാട്ടിലെ പൊന്മാല, നാലാനമ്മയ്ക്കും മക്കൾക്കും ചുറ്റാൻ
അഞ്ചാം ചെമ്മെങ്കിൽ പൂഞ്ചേല. അപ്പൊ 5 വരെ പറഞ്ഞു. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ ഒരു വരിയും കൂടി എഴുതി ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്കൊന്ന് എഴുതി ചേർക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ എഴുതിയിട്ടുണ്ട് ഇതിന്റെ ഉത്തരം, അത് എഴുതി ചേർക്കാവുന്നതാണ്. അഞ്ചാനമ്മയ്ക്കും മക്കൾക്കും പോകാൻ ആറാം കടവിലെ പൂന്തോണി, ആറാനമ്മയ്ക്കും മക്കൾക്കും കാണാൻ ഏഴാം കാവിലെ തുള്ളാട്ടം. അപ്പൊ എന്താണ്? അഞ്ചാനമ്മയ്ക്കും മക്കൾക്കും പോകാൻ എന്താണ്? ആറാം കടവിലെ പൂന്തോണി ഉണ്ട്. അതുപോലെ ആറാനമ്മയ്ക്കും മക്കൾക്കും കാണാൻ എന്താണ്? ഏഴാം കാവിലെ തുള്ളാട്ടമുണ്ട്. അപ്പൊ ഇങ്ങനെ നമുക്ക് 2 വരികൾ എഴുതി ചേർക്കാവുന്നതാണ്. ഇനി അടുത്തത് എന്താണ്? മൂന്നാമത്തെ ചോദ്യം എന്താണ്? ചില വായ്ത്താരികൾ ടീച്ചറോടൊപ്പം ചൊല്ലി ആസ്വദിച്ചാലോ? നിങ്ങൾ ഉണ്ടാക്കിയ വായ്ത്താരികൾ എഴുതി നോക്കൂ. വായ്ത്താരികൾ സംഘമായി ചൊല്ലി ആസ്വദിക്കും. അപ്പൊ വായ്ത്താരികൾ നിങ്ങളോട് ടീച്ചർ പറഞ്ഞിട്ടുണ്ടാകും ചിലത്. അപ്പൊ ഞാൻ ഇവിടെ ചിലത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിനു മുന്നേ എന്താണ് വായ്ത്താരി എന്ന് പറയുന്നത്? എന്താണ് വായ്ത്താരി എന്ന് പറയുന്നത്? താളത്തിൽ അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന രീതിയാണ് വായ്ത്താരി എന്ന് പറയുന്നത്. എന്താണ്? താളത്തിൽ അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന രീതിയെയാണ് നമ്മൾ വായ്ത്താരി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഒരു 4 വായ്ത്താരികളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ എന്താണ്? ആദ്യത്തേത് നമുക്കെല്ലാം സുപരിചിതമായിട്ടുള്ളതാണ്. താത്തിനന്തകം, തകതിനന്തനം, തെയ്യത്താരോ എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അടുത്തത് എന്താണ്? അടുത്തത് എന്ന് പറയുന്നതും അതുപോലെയുള്ള ഒരു വായ്ത്താരി തന്നെയാണ്. അവസാനത്തേതാണ് ഒരു പ്രത്യേകതയുള്ളത്. അവസാനത്തേത് എന്താണ്? വെള്ളം കളിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വായ്ത്താരിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അതാണ് ഓ തിത്തിത്താര തിത്തിത്തേയ് തകത്തെ അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു വായ്ത്താരിയാണ്. അപ്പൊ ഇത് ഒരു വായ്ത്താരി, ഇത് രണ്ടാമത്തത്, ഇത് മൂന്നാമത്തത്, ഇത് നാലാമത്തത് വെള്ളം കളിയുമായി ബന്ധപ്പെടുത്തിയതാണ്. അപ്പൊ കൂട്ടുകാർക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇത് എഴുതിയെടുക്കാവുന്നതാണ്. അടുത്തത് എന്ന് പറയുന്നത് നാലാമത്തെ എന്താണ്? ഇത്തരം വായ്ത്താരികളുള്ള നാടൻ പാട്ടുകൾ ടീച്ചർ തരും, അവ പാടി രസിക്കൂ, ബാലസഭയിൽ അവതരിപ്പിക്കൂ. അപ്പൊ ഇത് നിങ്ങളുടെ ടീച്ചർ നിങ്ങൾക്ക് നൽകുന്നുണ്ടാകും. അതിനനുസരിച്ചിട്ട് വേണം ഈ ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾ വായ്ത്താരിയും നാടൻ പാട്ടും മടി കൂടാതെ ചൊല്ലിയോ? സ്വയം പരിശോധിക്കൂ. അപ്പൊ ഇത് സെൽഫ് അസസ്മെന്റ് ആണിത്. അതായത് നിങ്ങൾ വായ്ത്താരിയും നാടൻ പാട്ടും ഒക്കെ ഒരു മടിയോ ഒന്നുമില്ലാണ്ട് ചൊല്ലിയോ? അത് നിങ്ങളോട് തന്നെ പരിശോധിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ചൊല്ലിയെങ്കിൽ എന്താണ്? നിങ്ങൾ ചെയ്തു എന്ന് പറയാ, ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ അത് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ചെറിയൊരു പാഠം. വളരെ ചെറുതാണ്, വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വാമൊഴിച്ചന്തം എന്ന് പറയുന്ന ഒരു ചെറിയ ഭാഗമാണ് നമ്മളിവിടെ പഠിച്ചത്. അപ്പൊ അടുത്ത പാഠമായ പഴഞ്ചൊൽ പെരുമ എന്ന് പറയുന്ന പാഠമായി നമുക്ക് അടുത്ത വീഡിയോകളിൽ കാണാം. അപ്പൊ കൂട്ടുകാർക്ക് ഇതുവരെ എടുത്തത് കൃത്യമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.